ഇന്നലത്തെ ഗോസ്പലിൽ നമ്മൾ കണ്ടത് യേശു 3 നാടുകൾക്ക് ദുരിതമെന്ന് പറഞ്ഞാണ്. അതിൻ്റെ റീസൺ വളരെ ക്ലിയർ ആയിരുന്നു. യേശു അവിടെയാണ് ഒത്തിരി മിനിസ്റ്റർ ചെയ്തത്. എന്നിട്ട് അവർക്ക് ഒരു മാനസാന്തരം ഉണ്ടായില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. അതിൻ്റെ സങ്കടത്തിലാണ് ഈ 3 ഇടങ്ങൾക്കും യേശു ദുരിതം എന്ന് പറഞ്ഞത്. അതിനുശേഷമുള്ള കണ്ടിന്യൂസ് വേർഡ്സാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. യേശു പറയുന്നു, പിതാവേ, നീ കാര്യങ്ങളൊക്കെ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് നീ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, ഇതൊന്നും മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ ഇവർക്ക് ബുദ്ധിക്ക് പറ്റിയില്ല. ഇവർ വലിയ ആളുകൾ എന്നൊക്കെ ഇവർ പറഞ്ഞു, പക്ഷെ ഇവർക്ക് പറ്റിയില്ല. ഇത് മനസ്സിലായ ചില കൂട്ടരുണ്ടായിരുന്നു. അത് കുഞ്ഞുങ്ങളാണ്, എളിയ മനുഷ്യരാണ്. എളിയ മനുഷ്യർക്ക് ഇതെല്ലാം മനസ്സിലായി, അതുകൊണ്ട് നിനക്ക് നന്ദി. വലിയ മനുഷ്യരെന്ന് പറഞ്ഞവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാകാത്ത ഒരു പരിധിവരെ നല്ലത് തന്നെയാണ്. കുറച്ചും കൂടി തന്നെ എളിമയാക്കുന്നവർക്ക്, തന്നെ ചെറിയവരാക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടി. ഞാൻ പറഞ്ഞത്, പറയാൻ ആഗ്രഹിച്ചത്, ചെയ്തത്, ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് നിനക്ക് നന്ദി. ഈ ജീവിതത്തിനിടയിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിന് നമ്മളെ തന്നെ ഡിസൈൻ ചെയ്യാൻ തക്ക വിധത്തിൽ വിട്ടുകൊടുക്കാനും അത് കേൾക്കാനും അത് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ നമുക്കൊരു കൃപയുണ്ടെങ്കിൽ നമ്മൾ സൂപ്പറാണ്, നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വലിയ മനുഷ്യരാകാൻ ട്രൈ ചെയ്യരുത്, എളിയ മനുഷ്യരാകാൻ ട്രൈ ചെയ്യണം. ബുദ്ധിമാന്മാരാകാൻ ട്രൈ ചെയ്യരുത്, സാധാരണക്കാരാകാൻ ട്രൈ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഈ വലിയ കാര്യങ്ങൾക്ക് പിടുത്തം കിട്ടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.